നമസ്കാരം. സേവ് ആപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമുക്കൊരു യൂസർ പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കണം. നമ്മൾ ഒരു സേവ് കാർട്ടിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് സേവ് കാർട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോവാം. SAVE കാർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സേവ് കാർട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, ഇവിടെ ഓപ്പൺ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം പാസ്വേഡ് കൊടുക്കുക. ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഓപ്പണായി വന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സേവ് കാർട്ടിൻ്റെ സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പോയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രീതിയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇത് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ IT പ്രൊഡക്റ്റ് നമുക്ക് എഴുതിയിട്ടുണ്ട് അല്ലേ. IT പ്രൊഡക്റ്റ് ഇത് ഇവിടെ ഏറ്റവും ടോപ്പിൽ നമ്മളെ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ അടുത്ത ഭാഗത്ത് IT പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇതാണ് നമ്മുടെ സേവ് പ്രോ എക്സ്പെൻസ് ട്രാക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ MRP വരുന്നത് 2000 ആണ്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിൻ്റെ ഇപ്പോൾ ഈ ഒരു ആപ്പ് കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണം. 820 നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് 1180 അടച്ചു കഴിഞ്ഞാൽ, അതായത് 1000 പ്ലസ് GST ആണ് വരിക. അപ്പോൾ 1180 നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ആഡ് കാർട്ട് കൊടുക്കാം. ആഡ് കാർട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ എസ് അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇതാ ഒരു നമ്മുടെ ഏറ്റവും മൊബൈലിൻ്റെ ഏറ്റവും ടോപ്പിൽ വലത്ത് ഭാഗത്ത് ഒരു റെഡ് കളർ ഒരു 1 എഴുതിയിട്ടില്ല, അത് നമ്മൾ ടച്ച് ചെയ്യുക. ആ ബോക്സിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ കണ്ടോ ഇവിടെ ഇതിൻ്റെ വില എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കിവിടെ ഒരു മൈനസും ഒരു 1ഉം ഒരു പ്ലസും എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് കൂടുതൽ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാൻ പറ്റും. കണ്ടോ, പ്ലസ് 2 3 4 5 6 7 8 9 10 11 പോല കണ്ടോ ഓർഡർ. അപ്പോൾ 10 നമുക്ക് ഒറ്റൊരു ഓർഡറിൽ നമുക്ക് 10 മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ 10 നമ്മൾ വാങ്ങിച്ചു. നമുക്ക് 10 വേറെ ആളുകൾക്ക് സെയിൽ ചെയ്യാം. വില കൊടുത്ത് നമുക്ക് വില വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് വീണ്ടും നമുക്ക് 10 വാങ്ങിക്കാം. അങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ എത്ര വേണമെങ്കിൽ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് 10 ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെക്കൗട്ട് കൊടുക്കുക. പ്രൊസീഡ് ചെക്കൗട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കും, ഇതവിടെ നമ്മൾ ഇവിടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഏറ്റവും ടോപ്പിൽ ഡെലിവറി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഡെലിവറി അഡ്രസ്സ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡെലിവറി അഡ്രസ്സ് കൊടുത്ത് നമ്മൾ അവിടെ ഒന്നും നിങ്ങൾക്ക് പുതിയൊരു ആളാണെങ്കിൽ ഇവിടെ ഒന്നും കാണില്ല, അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ഇത് ടൈപ്പ് ചെയ്യണം. അഡ്രസ്സ് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ കൺഫേം ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക? ഇപ്പോൾ അഡ്രസ്സൊക്കെ കൺഫേം ചെയ്ത ശേഷം നമ്മൾ ഏറ്റവും ടോപ്പിൽ കണ്ടോ, ഏറ്റവും ടോപ്പിൽ നമുക്ക് കൺഫേം ബട്ടൺ അടിക്കാം. കൺഫേം ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി, ഓൺലൈൻ പേയ്മെൻറ്റ് 2 ഓപ്ഷൻ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ആണല്ലോ, മറ്റേ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മളെ പേയ്മെൻറ്റ് ഗേറ്റ് വരേക്ക് പോകും. ഈ പേയ്മെൻറ്റ് ഗേറ്റ് വരെ പോയി കഴിഞ്ഞാൽ ഇത് UPI ആയിരിക്കാം, അല്ലെങ്കിൽ കാർഡായിരിക്കാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് ഏതും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ UPI തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഈ 3 ആപ്പിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ ഇത് കൊടുക്കുന്നു. നമ്മളെ പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്യാഷ് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്പോട്ടിൽ നമുക്ക് ഡെലിവറി ആയി. അപ്പോൾ
ഇതൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് പേരിൽ നമുക്ക് അപ്പോൾ തന്നെ ഡെലിവറി ആയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ആ സ്പോട്ടിൽ നമുക്കത് നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് എല്ലാവരും പഠിക്കുക. അപ്പോൾ എല്ലാ ആളുകൾക്കും എത്രയാണോ വേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ 10 പ്രൊഡക്റ്റ് ചെയ്ത് കാണിച്ചത്. 10ൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ ഇത് 10 മേടിക്കുമ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ കാര്യങ്ങൾ പറയില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡീറ്റെയിൽസ് കുറേ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ മീറ്റിങ്ങിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ കൂടെ ഒക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വ്യക്തികൾക്കും ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിലും നല്ല വരുമാനം മാർഗ്ഗം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പറയാം. ഓക്കെ, താങ്ക് യു.